ഒരു ചൊവ്വാഴ്ച വ്ളോഗ് ആയാലോ? അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്നും കൂടെ ഉള്ളൂ കുട്ടിക്ക് ക്ലാസ്. ഇന്നത്തോടെ സ്കൂൾ ക്ലോസ് ആവും. ഇനി വെക്കേഷനാണല്ലോ, അപ്പോൾ ജനുവരി 5-ന് ക്ലാസ് തുടങ്ങുള്ളൂ. അത് എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ രാവിലെ അവളെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ ഏതായാലും അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് വരണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാ ഞാൻ അവളെ നേരെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന പാടനെ ഞാൻ ഫസ്റ്റ് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകണമല്ലോ, അപ്പോൾ ബെഡ്ഷീറ്റും അതുപോലെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണ്ടായിരുന്നു. എല്ലാം നല്ല വെയിലും ഉണ്ട്. അപ്പോൾ തന്നെ ഒക്കെ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ മടക്കി നീറ്റാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും എന്ന് വെച്ചാൽ ചോറ് വെക്കാണ്ടായിരുന്നു. ചോറും അതുപോലെ തന്നെ കഴിക്കാനുള്ള ഉപ്പേരി ഉണ്ടാക്കാണ്ടായിരുന്നു. കറി ഓൾറെഡി ഇന്നലത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ട് ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് വെക്കാറാണ്. അപ്പോൾ അങ്ങനെ കറി ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പേരി ക്യാബേജ് തോരനാട്ടോ വെക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യില്ല, ഇതിൽ ആവിക്ക് വേവിച്ചെടുക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഞാനിതാ ചോറും ആക്കി, അതുപോലെ തന്നെ ഉപ്പേരി ആക്കിട്ടോ. ഇനി വേറൊന്നും കുക്ക് ചെയ്യാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ക്ലീനിങ്ങിക്ക് പോന്നു. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടി പോകാനാകുമ്പോഴത്തേക്കിന് ഏകദേശം എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതും കുറച്ച് ലേറ്റായിട്ടാണ്. അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു സ്ലോ ആയിട്ടാട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ടേബിളും കാര്യങ്ങളൊക്കെ ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ തുടച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലായിടും അടിച്ചു വാരി തുടച്ച് നീറ്റാക്കിയിട്ടു. അങ്ങനെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന് അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ വീഡിയോയിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ വരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതാ അവൾ വന്നിട്ടാട്ടോ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവളെ വെയിറ്റ് ചെയ്തിരുന്നു. അവളൊരു 12:30-12:45 ആയപ്പോഴത്തേക്കിന് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വന്നിട്ട് ഞാനും അവളും കൂടെ ചോറും കറിയും ഉപ്പേരിയും അതേപോലെ അവൾ വന്നുകൊണ്ട് തന്നെ ഞാൻ മുട്ടയും കൂടെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ സിനിമ കണ്ടിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റൂമൊക്കെ ഫസ്റ്റ് തന്നെ നീറ്റാക്കിയിട്ടു കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് റൂമൊക്കെ ടോട്ടലി സെറ്റാക്കിയിട്ടു. പിന്നെ ഇതാ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മടക്കി നീറ്റാക്കി വെച്ചു. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഈ ടോപ്പായിട്ട് ഇടുന്നത്. ഞാൻ ഏകദേശം ഇപ്പോൾ അവിടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഏറും സെയിം ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കുട്ടി ഇങ്ങനെ പറയും, അമ്മ എന്നും ഒരേ ഡ്രസ്സാണ് ഇടുന്നതെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ടോപ്പായിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മിന്നാമിന്നി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ടൈം പോകണമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ കുറച്ച് മിന്നാമിന്നിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അവൾക്ക് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനി തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. ഞങ്ങൾ അവളെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നേരെ പോവാണ്. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്, അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പെട്ടെന്ന് എത്താനുള്ള വഴിയാട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പാടം വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഞങ്ങൾ ബസ്സൊക്കെ കയറി നേരെ സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ കുട്ടിക്ക് ഒരു സമൂസ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കാരണം എന്തായാലും അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നല്ലേ, വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടിക്ക് സമൂസയും ഞങ്ങൾക്ക് പരിപ്പ് വടയായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി ഞങ്ങൾ വീടിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിലിറങ്ങി. അവിടുന്ന് പിന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു ചോക്കോബാറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇതാ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് പിന്നെ വേഗം ഞാനും കുട്ടി മേൽക്കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ വിളക്കൊക്കെ വെച്ചു. പിന്നെ പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല.
ഇന്ന് ഡെയിലി അനിയത്തിയാണ് വിളക്ക് വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നുകൊണ്ട് ഞാൻ വെച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ കോഫി ഉണ്ടാക്കി തന്നു. പിന്നെ കോഫി കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ ചൊവ്വാഴ്ചയാണ് മിന്നാമിനി കിട്ടുക. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ.